ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാഷ്യൂനട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് കിസ്മിസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ഇതായി വന്നതിന് ശേഷം പഴം ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ പഴം ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്തൊക്കെ തേങ്ങ ചിരകിയത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ്. അതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല, എങ്കിലും നമ്മൾ പേരിട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഏലക്ക പൊടിച്ചതൊക്കെ ഇട്ടിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടേനു, അപ്പോൾ അതും ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എത്ര പണിയുള്ളൂ ഇതിന്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. പേര് പറഞ്ഞില്ലല്ലോ, നമ്മൾ അതിനൊരു പേരിട്ടിട്ടുണ്ട്, ബോംബുണ്ട കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ആ പേരും അങ്ങോട്ട് സജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് പേരൊന്നുമില്ല, നമ്മൾ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഉണ്ടാക്കണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതായി വന്നതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് പിന്നെ നമ്മൾ അതിലേക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, അടക്ക ഉണ്ടാക്കണില്ല, ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ എടുത്ത്, ആവശ്യത്തിന് അരിപ്പൊടി എടുത്ത് ഉപ്പും തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിതാ ഓരോ ഉരുളകളാക്കിയിട്ട് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക, ഒന്ന് പരത്തിയിട്ട്. നമ്മൾ കായടൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു ഷേപ്പ് തന്നെ, ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ കായയുടെ ഒരു വേറൊരു ഷേപ്പിലാണ് ഉണ്ടാക്കൽ. അപ്പോൾ നമ്മളിതൊന്ന് ബോംബിൻ്റെ ഷേപ്പിലൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് പല ഷേപ്പിലും പലതും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി. അപ്പോൾ ഈ സ്നാക്സിന് എന്താ പേരിടേണ്ടി എന്നുള്ളൊരു ഡൗട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ബോംബുണ്ട. ബോംബ് പോലെ തന്നെ ഉണ്ടല്ലേ അത്, പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ പൊട്ടി തെറിക്കൊന്നുമില്ല. അപ്പോൾ നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കുന്ന രൂപം നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ട് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പിന്നെ ഫില്ലിങ്സ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കട്ടോ. അതിൽ നമ്മളെ അടുത്തുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇനിയിപ്പോൾ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് എരിവാണ് വേണ്ടെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഫില്ലിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ചേർത്ത് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി അത് കഴിക്കന്നെ. പിന്നെ എന്ന് പറഞ്ഞാൽ സ്നാക്സൊക്കെ ഓരോ ഐഡിയക്ക് അനുസരിച്ച് നമ്മളിങ്ങനെ ഉണ്ടാക്കി നോക്കൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതാ ഓരോന്നൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഈ രീതിയിൽ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിക്കോളി നിങ്ങൾ. പറഞ്ഞെന്നാലും നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ് കേട്ടോ. പെട്ടെന്നായി കിട്ടും ചെയ്യും. പഴം തേങ്ങ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും. പഴം തേങ്ങ ഒക്കെ വെച്ചിട്ട് പല വെറൈറ്റി സ്നാക്സുകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ സ്നാക്സ് ഇങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾ കാണുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താണ്ട് കേട്ടോ. അപ്പോൾ അതാ പിന്നെ നമ്മളെന്താ സ്പൂൺ കൊണ്ട് കോരിയിടുന്നതിന് പകരം നമ്മൾ ഓരോ ഉണ്ടാക്കി വെച്ചത്. അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടിയും ഗോതമ്പ് പൊടി മൈദപ്പൊടി എല്ലാ പൊടികളും എടുക്കട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഞാൻ പറഞ്ഞില്ലേ കേരള സ്റ്റൈലിൽ അടക്ക പുഴുങ്ങിയെടുക്കണ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി എടുത്തത് കേട്ടോ. അല്ലാതെ ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യുക, പിന്നെ മൈദ വെച്ചിട്ട് ചെയ്യുക, എന്ത് വെച്ചിട്ടും ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രൂപത്തിലും ചെയ്യാം. പിന്നെ അപ്പോൾ അതാ നമ്മളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതാ ഇങ്ങനെയാണ് കേട്ടോ ആ രൂപം വന്നിട്ടുള്ളത്. എല്ലാം ഫില്ലിങ്സൊക്കെ നിറച്ച് കൊടുത്ത് നല്ല ബോംബ് രൂപത്തിലായില്ലേ. എന്തായാലും കാണാൻ ഭംഗി. അപ്പോൾ അതാ നമ്മൾ ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആവി കയറ്റുന്ന പാത്രത്തിൽ എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. പിന്നെ
തീ ഓണാക്കി നമ്മൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ആവി കയറുന്ന ടൈമായില്ലേ. അപ്പോൾ നമ്മളതൊക്കെ ബോംബുകളൊക്കെ അതിലേക്കാണ്ട് വെച്ച് കൊടുക്കണം കേട്ടോ ചെയ്യണത്. അപ്പോൾ അതാ എല്ലാതും അങ്ങോട്ട് വെച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ ആവി അങ്ങോട്ട് കയറ്റിയെടുക്കുക. ഒരു 10-20 മിനിറ്റ് മതി ഇതിന് ആവി കയറാൻ. അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമ്മൾ ആവി കയറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കിയപ്പോൾ അതാ ചുടായിട്ടുള്ള ആവി വരുന്നുണ്ട് കേട്ടോ, നല്ല ആവി. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ എന്തും ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ളൂല്ലേ നമ്മളെ സ്നാക്സിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടി കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ, ഇതെന്താണ് സംഭവം എന്നുള്ളതൊക്കെ. അപ്പം അടിപൊളി ബോംബുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം, പകുതിയാക്കി നോക്കട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ, അതിൻ്റെ ഉള്ളിലൊക്കെ എന്താ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ അടിപൊളി കണ്ടില്ലേ, പഴത്തിൻ്റെ ഉള്ളിലൊക്കെ ആവി കയറി അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ സ്നാക്സിൻ്റെ റെസിപ്പി. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കേട്ടോ. നമുക്കിത് കഴിച്ച് നോക്കാം. അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്.